ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു എന്താ പറയുക മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത്. പഴയൊരു തട്ടിട്ട വീടും അതുപോലെ തന്നെ ഒരു 1 ഏക്കർ 1 സെൻറ്റ് സ്ഥലവും. അത് നമ്മുടെ പറളയിൽ തന്നെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഗാർഡനിങ്ങും അതുപോലെ തന്നെ മരങ്ങളും ചുറ്റുവട്ടം മൊത്തം വീടിൻ്റെ ഉള്ളായാലും വെളിയായാലും വളരെ നീറ്റ് ആൻഡ് ക്ലീനായി സൂപ്പർബായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു അടിപൊളി വില്ലൻ ഉണ്ട് കേട്ടോ. ഡോബർമാൻ ഉണ്ട്. മരങ്ങളൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. വീട് നമ്മളെ ചുറ്റുവട്ടം തിണ്ണാന്നൊക്കെ പറയും നമുക്ക് ഇരിക്കാൻ. അതുപോലെ സെറ്റ് ചെയ്ത പഴയൊരു വീട്. ഫ്രണ്ടിലൊരു കിണറുണ്ട്. നല്ല ഭംഗിയായിട്ട് ഗാർഡനിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു വീട്. കണ്ട് ആസ്വദിച്ച് വെളിയിലൊക്കെ ഇരുന്ന് ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ട് ചായ കുടിച്ചിരിക്കാനും വൈകുന്നേരം സൊറ പറയാനൊക്കെ പറ്റിയ ഏരിയ. തട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല തണുപ്പുള്ള ഒരു ഏരിയ ആയിട്ട് കാണിക്കുന്നത്. ചൂടുള്ള സമയത്തും തട്ടിട്ടുള്ള വീട്ടുകൾ അറിയാലോ, പഴയ വീടാണ്. അതിൻ്റെ ഒരു സുഖം ഉണ്ടാവും ആ വീട്ടിനകത്ത് ഇരിക്കുന്നതിന് പറയില്ലേ. മേലേക്ക് മച്ചിൽ കയറാനുള്ള ഏണിയൊക്കെ ഉണ്ട് അവിടെ. തട്ടിട്ട റൂമാണ്. എല്ലാം ഏകദേശം തട്ടിട്ട റൂം തന്നെയാണ്. കുറച്ച് ഇതിൻ്റെ ഭാഗത്തേക്കുള്ള ഷീറ്റ് ഇട്ട് ബാക്ക് സൈഡിലേക്ക് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് ഒന്നിനപ്പുറത്തേക്ക് എക്സ്ട്രാ ആയിട്ട്. സോ അവിടെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതുപോലെ ഈ ബെഡ്റൂമും തട്ടിട്ട തന്നെയാണ്. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം തട്ടിട്ട വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണ്. ഇത് ഡൈനിങ് ഏരിയ. അത് ഇതിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളെ അവർ കൊണ്ടുപോകുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ തന്നെ വിട്ടേച്ച് പോകും കുറേ കാര്യങ്ങളൊക്കെ. സോ ഇവിടെ അടുക്കളയുണ്ട് നല്ല സ്റ്റൈലായിട്ട്. ഒരു കൊച്ചു കിച്ചൺ, നല്ല ഒരു കൊച്ചു വീട് എന്ന് പറയാം. പക്ഷെ നല്ല തട്ടിട്ട നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട്. ഓക്കെ, സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. ഈ മുകളിലേക്കായിട്ട് സ്റ്റോർ റൂമാണ്. ഓക്കെ, ബാക്ക് വശത്തേക്കുള്ള ഡോറ് ശരിക്കും തല കുനിച്ച് തന്നെ ഇറങ്ങണം. അത്യാവശ്യം നല്ല താഴെയാണ്, പഴയ വീടുകളിൽ പറയുന്ന പോലെ. ഇവിടെ ബാത്റൂമും, വെളിയിലുള്ള ബാത്റൂമും സ്റ്റോർ റൂമും അവിടെയുണ്ട് ഏരിയ ആയിട്ട്. ഓക്കെ, നമുക്ക് ഇതിൽ കണക്ഷൻ വെള്ളം വന്നിട്ട് പൈപ്പ് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അവരത് ഡയറക്റ്റായിട്ട് കിണറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല കരിങ്കല്ല് കൊണ്ട് കെട്ടിയ നല്ലൊരു കിണർ. അതിൽ തന്നെ വെള്ളം അത്യാവശ്യമുണ്ട്. സപ്പോർട്ടൊക്കെ നല്ല കാച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഓക്കെ, നല്ല ഈ ഒരു വീടും അതുപോലെ തന്നെ ഒരു 1 ഏക്കർ 1 സെൻറ്റ് സ്ഥലവും. ഇവിടെ സെൻറ്റിന് പറയണത് 1,30,000. 1,30,30,000 റുപ്യ സെൻറ്റിനാണ് പറയണത്. നെഗോഷ്യബിളാണ്. താല്പര്യമുള്ളവന്നിരിക്കാം. ഇതിന് പല രീതിയിലേക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ഫ്രണ്ടേജ് റോഡുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലൂടെ അങ്ങോട്ട് താഴത്തേക്കും റോഡ് പോകണം. ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ഒരു 8ഓളം തെങ്ങുകളുണ്ട്. മയിലിനെയൊക്കെ കാണാം എനി ടൈം. ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഈ ഒരു വീടിൻ്റെ ഭാഗം വിട്ട് കഴിഞ്ഞാൽ ബാക്കി മൊത്തത്തിൽ റബ്ബറാണ്. ഇപ്പോൾ ഏകദേശം മുറിക്കാനുള്ള സമയമായി റബ്ബറിൻ്റെ. അത്യാവശ്യം പാലൊക്കെ എടുത്തുള്ള സിറ്റുവേഷനാണ്. ഇനി മുറിച്ച് മാറ്റാനുള്ള സമയമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ റബ്ബർ മരം മുറിച്ച് മാറ്റി ഇനിയിപ്പോൾ ഇതൊരു ഒരാൾക്ക് മാത്രമായിട്ടൊരു പ്രോപ്പർട്ടി ആയിട്ട് മൊത്തത്തിൽ എടുക്കണം എന്നുള്ളവർക്കും താല്പര്യം. കാരണം വെച്ചാൽ ഈ ഏരിയ അങ്ങോട്ട് ലാസ്റ്റ് എൻഡാണ്. ഇതാ നമ്മുടെ ആൾ. ഓക്കെ, എൻഡാകുന്നത് പുഴയിലോട്ടാണ്. അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഭംഗിയായിട്ട് അങ്ങോട്ട് പോയി കുളിക്കണം എന്നുണ്ടെങ്കിൽ പുഴയ്ക്കങ്ങോട്ട് ഇറങ്ങാനുള്ള വഴിയൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. ഈ വഴി ഇത് നേരെ നേരെ പോകുന്നത് പുഴയിലോട്ടാണ്. സോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇതൊരു പഞ്ചായത്ത് റോഡ് തന്നെയാണ് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ പ്ലോട്ട് തിരിക്കണമെങ്കിൽ പോലും ഇതിനെ ഡിവൈഡ് ആയിട്ട് എടുക്കാനും സിമ്പിളാണ്. പ്രത്യേകിച്ചൊരു റോഡിന് വേണ്ടി സ്ഥലം കാണേണ്ട ആവശ്യമില്ല. പഞ്ചായത്ത് റോഡ് അത് ലാസ്റ്റ് വരയ്ക്കും അങ്ങനെ റോഡുണ്ട് അങ്ങോട്ടേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ബൈ.